സ്കൂളിൽ നടക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. സോ ആ ഇലക്ഷനും എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ കുട്ടികൾ എടുക്കുന്ന ചില തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും എനിക്ക് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം ഞാനും സ്കൂൾ ഇലക്ഷനും അനുസരിച്ച് തോറ്റു തുന്നം പാടിയ ഒരാളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രസമാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തമാശകളൊക്കെ എൻജോയ് ചെയ്തൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്ന സമയത്താണ് സൈജു കുറുപ്പിന്റെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ വരുന്നത്. ആ റോള് അടിപൊളിയാണ് കേട്ടോ. ഭായിജ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നല്ല രസമായിട്ടുണ്ട്. അതായത് കുറച്ചേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചിരിച്ച് വല്ലാത്തൊരവസ്ഥയിലെത്തും. അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മൾ ഈ കുട്ടികളുടെ തമാശ എല്ലാം കണ്ട് ചില കാര്യങ്ങളൊക്കെ ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എല്ലാത്തിലും ഒരു പുതുമയുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ലെവലിൽ നമുക്കൊന്ന് ചിരിക്കാൻ വേണ്ടി പറ്റും. അതായത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരാള് പക്ഷേ കുട്ടികളുടെ കൂടെ കൂടി ഇങ്ങനെ തമാശ കളിക്കുന്ന ഒരു ഭാഗമാണ് ഈ സൈജു ഗ്രൂപ്പിന്റെ റോളിലൂടെ വരുന്നത്. അതും നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ഇനി സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ഈ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ സ്കൂളുകളിൽ ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അത് എല്ലാ അധ്യാപകരും അല്ല, ചില അധ്യാപകർ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ചില രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ വളരെ സബ്റ്റിലായിട്ട് ഡയറക്ടർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സ്കൂളിലെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കമന്ററി പറയുന്ന ഒരു ചെക്കനുണ്ട് കേട്ടോ. അവന്റെ പെർഫോമൻസും അവന്റെ ഡയലോഗൊക്കെ അടിപൊളിയായിരുന്നു. കാരണം അവൻ ഏത് സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നല്ല രസമായി തന്നെ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആ 4 കുട്ടികളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ആനന്ദ് മന്മഥന്റെ കഥാപാത്രം, സ്കൂളിൽ അധ്യാപകരായിട്ട് അഭിനയിച്ചിട്ടുള്ള മറ്റാൾക്കാർ, ഈ പാരന്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ, അതിലൊരു കുട്ടിയുടെ പാരന്റ് ഉണ്ട്, കുട്ടിയെ കാണാതെ എന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ ഇടുന്നത്, അതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. സോ വളരെ നൈസായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ 2.25 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു കുഞ്ഞി പടമാണ്. പടത്തിന്റെ ക്യാമറയും മ്യൂസിക്കും നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ നല്ല 2 പാട്ടുണ്ട്. അതായത് നല്ല രസമാണ്, നല്ല ഫീലുള്ള 2 പാട്ടുണ്ട്. ജയഹരി എന്ന മറ്റാണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സിനിമാറ്റോഗ്രാഫി, നല്ല കളർ ടോൺ ആയിരുന്നു പടത്തിന്റെ, കളർ ടോണും ലൈറ്റും. അതായത് കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വലിയ എക്സ്ട്രാ ലൈറ്റിലോട്ട് അങ്ങനെ വല്ലാണ്ട് പൊലിപ്പിച്ചിട്ടുള്ള പോലെ ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ഒരു വാം ലൈറ്റ് ഉണ്ടല്ലോ, നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അതും എന്താണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. വലിയ കളറെല്ലാം കൊണ്ടൊന്നും അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. നല്ല നൈറ്റായിട്ട് കണ്ണിന് നല്ല രസമാണ് അതാണ് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു, കളർ ടോണും കാര്യങ്ങളൊക്കെ. സോ കണ്ടു നോക്കുക. OTT പടമുണ്ട്, സൈനയിലെ മറ്റുമാണ് പടം റിലീസായിട്ടുള്ളത്. രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു കുഞ്ഞി പടം. പക്ഷേ ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊളിറ്റിക്സും അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും റെലവൻ്റ് ആണ്. സോ കണ്ടു നോക്കുക. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ.